ദേസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് പെരുന്നാൾ പാർട്ടിയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീച്ച് പാർട്ടിയൊക്കെ ഉണ്ട്. കുറേ വിശേഷങ്ങളുണ്ട്. നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. രാഹുൽ ചേട്ടനുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടായിട്ടുണ്ട് ഇവിടെ. നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ ട്രാവലിങ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇപ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്തത് നമ്മുടെ ഫ്രണ്ട് സുമിയുടെ വീട്ടിലായിരുന്നേ. ഇതാണ് സുമി. ഞങ്ങൾ ലേഡീസ് എല്ലാം കൂടെ ഒരു റൂമിലിരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചുകൂടെ പേര് നമ്മുടെ കൂട്ടത്തിൽ വരാനുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇതിൻ്റെ ഓരോരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ റൂമിലാണെങ്കിൽ ചേട്ടന്മാരും രാഹുൽ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു, കുട്ടികളൊക്കെ ആയിട്ട്. നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. കൂടെ സാലഡും പപ്പടവും അച്ചാറും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു വെജിറ്റേറിയനും ഉണ്ടായിരുന്നു, ശരണ്യ വെജിറ്റേറിയൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. സിൻഷയായിരുന്നു എല്ലാവർക്കും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിൻഷയും ദീപ്തി എല്ലാവരും നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതാ സെർവ് ചെയ്ത ഫുഡ് നമ്മൾ ആദ്യം കൊടുത്ത കുട്ടികൾക്കായിരുന്നേ. കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ ചേട്ടന്മാർക്കും എല്ലാവർക്കും കൂടെ കൊടുത്തിരുന്നു. അവരെല്ലാവരും ഹാളിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്ത് കൊടുത്തു. പിന്നെ അവരുടെ ഇഷ്ടത്തിന് എല്ലാം ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ചു. അവർക്ക് ഇഷ്ടമുള്ളത് പോലെ അവർ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടിയിരുന്ന സംസാരവും ഫുഡ് കഴിക്കും എല്ലാമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിരുന്നത് കണ്ടോ. അങ്ങനെ എന്താ പറയുക, നല്ലൊരു സൂപ്പർ ഒരു ഡേ ആയിരുന്നു. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയൊരു ഡേ ആയിരുന്നു നമുക്കിത്. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഇനിയും കുറേ പേര് നമ്മുടെ കൂട്ടത്തിൽ മിസ്സിങ് ആയിരുന്നു. അവർക്ക് ഓരോരോ ഈദായിരുന്നില്ലേ, ഓരോരോ പ്രോഗ്രാം വെച്ചിട്ട് പോയി. ഇവരിവിടെ ഹാളിൽ നിന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ റൂമിലിരുന്ന് കഴിക്കുമായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര്, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് ഉറങ്ങുമായിരുന്നു, കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞു, കുറേ നേരമൊക്കെ സംസാരിച്ചു. കളി, ചിരി, ബഹളവും എല്ലാമൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫൺ ഡേ ആയിരുന്നു. ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു, വേറെന്താ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈവനിങ് ചായ ടൈം. അങ്ങനെ അതാ സുമിയൊക്കെ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നു. അപ്പം ഞങ്ങൾ സുമിയെ ട്രോളുന്നതാണ് ഇങ്ങനെ ചായയൊക്കെ കുടിക്കുന്ന സമയത്തും. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ പാർട്ടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ ബീച്ചിലേക്ക് പോവുകയാണേ. മാൽക്കിയ ബീച്ച് നമ്മുടെ സുമതി വളവിൻ്റെ ഒക്കെ അടുത്താണേ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നമുക്കിനി മാൽക്കിയ ബീച്ചിൽ കാണാം. ഇതാ നമ്മൾ നമ്മുടെ മാൽക്കിയ ബീച്ചിലോട്ട് വന്നേക്കാണ്. നെയ്തായതുകൊണ്ട് നല്ല റഷുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ബാക്കിലുണ്ട്. നമ്മളിനി ഇവിടെ മീറ്റ് ചെയ്യുന്നവരും ഇവിടെ കുറച്ച് നേരം ചില്ലൊക്കെ അടിച്ച് ഫൈബ് അടിച്ചിട്ട് നമ്മൾ പോകും. അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. ഒന്ന് ഇരുട്ടി, പക്ഷെ നല്ല കുഴപ്പമില്ല. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. നല്ല റഷ് ഉണ്ട് കേട്ടോ. കണ്ടോ, കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ കൊണ്ടാണ് മെയിൻ ഇവിടെ വന്നത്. നല്ലൊരു ബീച്ചാണ്. നല്ല റഷ് ഉണ്ട് ഇന്ന്. ഇതിൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ബീച്ച് കേട്ടോ, നല്ല രസമുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റിംഗ് ആണ്, നമ്മൾ അങ്ങോട്ട് പോവാണേ. നമ്മുടെ ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചു. അടിപൊളി, നല്ല ഷോപ്പ് കിടക്കുന്നുണ്ട്. നല്ല ബീച്ചാണ്, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഹോഴ്സ് റൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വന്ന ദീപ്തിയും ശരണ്യാണിത്. അവരിറങ്ങി, കുട്ടികളും ഇറങ്ങി. സുമിയും സിൻഷ ഇറങ്ങുവാണ്. സിൻഷയുടെ ഹസ്ബൻഡ് സുരേഷ് ചേട്ടൻ ഇറങ്ങുന്നു, ദീപ്തിയുടെ ഹസ്ബൻഡ്, ശരണ്യ ഹസ്ബൻഡ് ഓരോരുത്തരായിട്ട് ഇറങ്ങുവാണേ. സുമിയുടെ മോനാണ് ആ ചാടുന്നത്. അതുപോലെ സുമിയുടെ സിൻഷയുടെ കുട്ടിയാണ് അവിടെ. സ്പീക്ക് ചെയ്യുന്നുണ്ട്, ഇറങ്ങാൻ പറ്റും. 2-3 പേര് നിൽക്കുന്നുണ്ടോ. എൻ്റെ രാജൻ ഇറങ്ങണോ വേണ്ടതെന്ന് പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സുമിയുടെ ഹസ്ബൻഡ് ഇറങ്ങണോ വേണ്ട ആലോചിച്ചുകൊണ്ടിരിക്കുക. സുമിയുടെ ബ്രദറും ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പോകാൻ പറ്റത്തില്ലല്ലോ, സാരമില്ല. കുഞ്ഞും ഞാനും കൂടെ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയതേ ഉള്ളായിരുന്നു. ഫൈനലി രാഹുൽ ചേട്ടനും ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ അച്ഛൻ
പോകുന്നത് നോക്കിയിരിക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സും ചേട്ടന്മാരും കുട്ടികളെല്ലാവരും ഉണ്ട്. ബീച്ചിൽ നല്ല തകർത്ത ഡാൻസാണ്. സുമിക്ക് ഡാൻസ് കളിക്കുന്നത് നല്ല രസമായിരുന്നു. അവിടെ ശരിക്കും ബീച്ച് പാർട്ടി അവർ എൻജോയ് ചെയ്തു. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, സാരമില്ല. കുഞ്ഞും ഞാനും പിന്നെ സുമിയുടെ ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അവിടെ നിൽക്കുകയായിരുന്നു. കുറച്ച് നേരം അവർക്ക് എല്ലാവർക്കും കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവരുടെ ഫൺ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് കയറി, പെട്ടെന്ന് തന്നെ കയറി. എന്നാലും കുഴപ്പമില്ല, അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇതുപോലെ ഒരു റൈഡ് ഉണ്ടായിരുന്നു.